ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഹൃത്തുക്കളെ, അപ്പം ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് ന്യൂ ഇയർ പ്രോഗ്രാം ഇട്ടാ. അപ്പം എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ, പുതുവത്സര ആശംസകൾ. ഓക്കെ, നമ്മളെ ദുബായിലാണ്. ബന്യാസ്കോറിൻ്റെ അവിടുത്തെ അടിപൊളി വെടിക്കെട്ടാണ് ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങൾക്ക് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ താഴത്തുനിന്നും അതേപോലെ മോളിൽ നിന്നുള്ള ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസിനാണ്. താഴത്തെ നമ്മളെ കൂട്ടുകാരാകുമ്പോൾ മോളിക്ക് വരുന്നില്ല, അവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസിനാണ്. പിന്നെ നല്ല ക്രൗഡെല്ലാം പോകുന്നുണ്ട് കേട്ടോ, അതെല്ലാം ഞാൻ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ, പുതുവത്സര ആശംസകൾ. സുഹൃത്തുക്കളെ, വീഡിയോസ് ഇപ്പോഴത്തെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അങ്ങനെ സുഹൃത്തുക്കളെ, സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയും 1 മണിക്കൂറുണ്ട്. പക്ഷേ ആൾക്കാർ ഇപ്പോഴേ തന്നെ അങ്ങോട്ട് പോയിട്ട് സ്ഥലം പിടിക്കാൻ വേണ്ടി പോവുകയാണ്, നമ്മളെ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ നമ്മളെ ബാൽക്കണിയിൽ നിന്നാണ് വീഡിയോസ് എടുക്കുന്നത്. നമ്മളതായത് ഇപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ടുള്ള ഇവിടെ ചൈനീസിൻ്റെ ഗുൻഫെല്ലാം ഇവിടെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ചൈനക്കാർ. അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി. ആൾക്കാർ ഇത് അണ്ടർഗ്രൗണ്ട് പാസ് വഴി ഇത് ആൾക്കാർ പോകുന്നു. പിന്നെ ഇത് ആ റോട്ടിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ആൾക്കാർ ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇന്ന് നേരം വൈകിട്ട് നേരമായിട്ട് ഇവർ നിർത്തിയിട്ടില്ല. അപ്പോൾ അതും ഞാൻ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയത് മാത്രം. ഇവർക്ക് ന്യൂ ഇയറും പരിപാടിയൊന്നും ഇല്ലെന്ന് അറിയില്ല. ഇവർ ഭയങ്കര പ്രാക്ടീസിലാണ്. ഈ ഇതിന് എക്സസൈസിലും കാര്യത്തിലും ആ ഒരു എഡിക്റ്റായി പോയി എന്നുണ്ടാലേ എന്തൊരു ഇത് വന്നിട്ടുണ്ടാലും നിർത്തില്ല. അതാണ് അതിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. അങ്ങനെ ഇതാ ആകെ ഇക്കണ്ട ആൾക്കാരെ നിയന്ത്രിക്കാനും ഒരു പോലീസ് വണ്ടിയുള്ളൂ കേട്ടോ. അതിലിപ്പോൾ 1-2 പോലീസ് ഉണ്ടാവുള്ളൂ. ആൾക്കാരിതാ നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കട്ടെ. ആൾക്കാരിതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾ ഈ കാണുന്നത്. ഇതൊന്നുമല്ല, കുറച്ചും കൂടി നേരം വൈകുന്ന ഒരു 11:45-11:30 ശേഷമൊക്കെ ഉണ്ടല്ലോ, ഒന്നും കൂടി ക്രൗഡ് അങ്ങോട്ട് തള്ളും. അതേപോലെ തന്നെ തിരിച്ചു വരും. രണ്ടും ഞാൻ ഈ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ. കുറച്ച് കഴിയുന്നുണ്ടല്ലോ വണ്ടിയെല്ലാം ബ്ലോക്ക് ഔട്ട്. അപ്പോൾ ഒരു ലൈനെല്ലാം ഓൾറെഡി ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഇനിയും ഉള്ളതെല്ലാം ആ പോലീസ് വണ്ടി അവിടെ നിന്നിട്ട് ബ്ലോക്ക് ആക്കും. ചൈനക്കാരുടെ പരിപാടി നിർത്തിയിട്ടില്ല. ഏകദേശം സമയമൊക്കെ ആവാനായിട്ടുണ്ട്. എനിക്ക് മോളിക്ക് കയറണം. പിന്നെ ആൾക്കാരിങ്ങനെ കൂടി വരുന്നു. ആ ഭാഗത്താണ് ആ ഒരു ബ്ലൂ ലൈറ്റ് ഇങ്ങനെ നിർത്താണ്ട് ബ്ലിങ്ക് ചെയ്യണില്ല. അവിടെയാണ് സാധനം പൊട്ടിക്കുന്നത്. ആൾക്കാർ പോകുന്ന പോക്കണി കാണാം. വെറും 3 മിനിറ്റ് ഉണ്ടാവുള്ളൂ ഈ വെടിക്കെട്ട് നടന്നത്. ഏറ്റവും കൂടുതൽ കുറച്ച് ടൈം നിൽക്കുക നമ്മളെ ബുർജുൽ ഖലീഫയിലാവും. ഇവിടുത്തെ 3 മിനിറ്റ്. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിയിട്ട് ഇവിടെ നിന്നുണ്ടല്ലോ 3 ഭാഗത്തെ വെടിക്കെട്ട് കാണാം. അതന്നെ കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. കുറച്ച് ദൂരമെന്ന് മാത്രമേ ഉള്ളൂ. സമയം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ തിരക്ക്, ആ വെടിക്കെട്ട് കാണാൻ പോകുന്ന തിരക്ക് കൂടി തുടങ്ങിയിട്ടാണ്. ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ കാഴ്ചകൾ വെറും സൗണ്ട് ഉണ്ടാക്കിയിട്ടും കൂക്കിട്ടിട്ടും പോണ പോക്ക്. പിന്നെ തിരിച്ചു പോണ സമയത്താണ് ഇവർക്കൊക്കെ ഇനി ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വെള്ളത്തോണ്ട് കയറി കിട്ടുക. അതിനായിട്ട് നിൽക്കുന്ന കുറച്ച് ടീമുകൾ. അങ്ങനെ നമ്മളിതാ ലിഫ്റ്റ് കയറിയിട്ട് മുകളിലേക്ക് പോകണ്ട. ബർക്കത്താണ് പറയുന്നത്. എല്ലാവരും ദിലു, സജീവ്, നവീൻ, ഞാനിവിടെ ഉണ്ട്. നമ്മൾ ലിഫ്റ്റ് കയറിയിട്ട് മുകളിലേക്ക് പോകണം. ഞാൻ 15 മിനിറ്റ് ടൈമുള്ളൂ. ബാക്കി കാഴ്ചകൾ ഇത് നിങ്ങൾ കാണുന്നത് മോളിൽ വന്നിട്ടുള്ള കാഴ്ചകളാണ്. അടിപൊളി. നമ്മളെ ബിൽഡിങ്ങിൻ്റെ ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഒരു സൂപ്പർ. ആ കാണുന്നതെല്ലാം അൽസീഫ് ബാർ ദുബായ്. അങ്ങനെ നേരെ ബുർജ് ഖലീഫ ലൈറ്റെല്ലാം അങ്ങനെ നമുക്ക് കാണാൻ ചെറുതായിട്ട് അവിടെ നിന്ന് ബ്ലിങ്ക് ആവുന്നുണ്ട്. അങ്ങോട്ട് ജുമേറ ആ സൈഡ് സത്തുബ ആ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. ഇത് നമ്മളെ ബിൽഡിങ്ങിൻ്റെ നേരെ അടിയിലുള്ള ബാർ ദുബായിക്ക് കടക്കാനുള്ള ബോട്ട് സ്റ്റേഷനാണ് കണ്ടോ. ഒന്നുകൂടി വേണ്ട സൂം ചെയ്ത് കാണിച്ചാൽ അതാ കണ്ടില്ലേ. ആൾക്കാർ അവിടെ എല്ലാം നിറഞ്ഞു കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇനി അവിടെ നിർത്താൻ സ്ഥലമില്ല. ആൾക്കാരൊക്കെ അങ്ങോട്ട് പറഞ്ഞേക്കാണ്. എത്രമാത്രം നിങ്ങൾക്ക് ക്ലിയറായി കാണണമെന്ന് അറിയില്ല. അണ്ടർ പാസിൽ കൂടെ ഈ ഭാഗത്തൊക്കെ നിറഞ്ഞു കഴിഞ്ഞ് പിന്നെ വെച്ച് കഴിഞ്ഞാൽ അവിടെ കണ്ടില്ല, അവിടെ കുറച്ച് കാലി കിടക്കണ്ടില്ലേ. അവിടെ എല്ലാം പണി കിടക്കണം. ഇവിടെ കുറച്ച് അടിയായി പോയി വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് അത് പണി കഴിഞ്ഞില്ല. അത്രയും ക്രൗഡ് വരുന്ന സ്ഥലമാണ്. ഇത്രയും ആൾക്കാരെ എങ്ങനെയൊക്കെ അവിടെ പാർക്കിൻ്റെ ഉള്ളിലൊക്കെ നിന്നിട്ട് ഇത് കണ്ടോ എന്നുള്ള അറിയില്ല. അപ്പോൾ നമ്മൾ നേരെ ആ ബ്ലൂ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആയിട്ട് ഇങ്ങനെ നിന്നാക്കിയിരുന്നില്ല, അവിടെ നിന്നാണ് പൊട്ടണത്. പക്ഷെ നമുക്ക് നമ്മളെ ബിൽഡിങ്ങിൻ്റെ ആൾക്കാർ ഇതാ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് സുഹൃത്തുക്കൾ നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഏറ്റവും ടോപ്പിൽ നിർത്ത കാഴ്ചകളാണ്. സിഗ്നലെല്ലാം അവിടെ ഒന്നുമില്ല, സിഗ്നലൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ആൾക്കാർ ഇതൊക്കെ കടന്നുകൊണ്ടിരിക്കണം. ആ ലൈനെല്ലാം ക്ലോസ് ആക്കി ഇവിടെ നിന്നുള്ള വണ്ടികൾ മാത്രം പോയെന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ അതും ക്ലോസ് ആവും. ഇത് നേരെ കാണുന്നത് നമ്മളെ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് മംസാർ ആ സൈഡിലേക്കൊക്കെ ഈ കാണുന്നത് കേട്ടോ. മംസാർ നമ്മളെ ഷാർജ മംസാർ, ദുബായ് മംസാർ ആ ഒരു ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് അങ്ങനെ നേരെ ഇങ്ങനെ വന്ന് റോളക്സ് ബിൽഡിങ് ഈ ഭാഗത്താണ് നമ്മളെ വെടിക്കെട്ട്. ആ ബ്ലൂ ലൈറ്റ് ബ്ലിങ്കിക്കൊണ്ടിരിക്കുന്നില്ല, അവിടെ ആണ് സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങ് ദൂരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ ഫെസ്റ്റിവൽസിൽ സിറ്റി ആ ഭാഗത്താവും.
അവിടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടുത്തെ തുടങ്ങിയിട്ടില്ല. ഏകദേശം സെക്കൻഡുകൾ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടുത്തെ ന്യൂ ഇയറിൻ്റെ കാഴ്ചകൾ സുഹൃത്തുക്കളെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. അവിടെ തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർ സൗണ്ട് ഇട്ടിട്ട് ഇതായിക്കൊണ്ടിരിക്കുന്നത്. ആളുടെ പോലെ രക്ഷയില്ല. താഴത്തെ മുകളിലത്തായിട്ടുള്ള നല്ല അടിപൊളി വെടിക്കെട്ട് തന്നെയാണ് സുഹൃത്തുക്കൾ. നിങ്ങൾ വാച്ച് ചെയ്യുക. ആൾക്കാർ സൗണ്ട് ഇടുന്ന വെച്ച് കഴിഞ്ഞാൽ കൂക്കിട്ട് ആകെ മെനാക്കണം. തിരിച്ചു പോകുമ്പോഴും ഇതേപോലെ തന്നെ കേട്ടോ. റോട്ടിൽ കൂടെ കൂപ്പിട്ട് പൊളി ഇതാക്കി സൗണ്ട് ഉണ്ടാക്കി ആകെ ഇതാക്കിയിട്ട് പോകുമ്പോൾ അത് മാത്രമല്ല ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വെള്ളത്തിൻ്റെ എയറും വാങ്ങിയിട്ടൊക്കെയാണ് ആൾക്കാർ പോവുക. പിന്നെ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ അപ്പുറത്ത് അവിടെ ഒക്കെ ഉണ്ട്. ഞാൻ പ്രാവശ്യം അങ്ങോട്ട് പോയില്ല, അവിടെ സ്ഥലമല്ല നിൽക്കാൻ. അപ്പോൾ മുകളിൽ നിന്നിട്ട് ഉള്ള വീഡിയോസും പിന്നെ താഴത്തെ വേറെ ഒരാളെടുത്തതുണ്ട്. അപ്പോൾ ഇതാണ് താഴത്തെ വീഡിയോസ്. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയ വീഡിയോ. അത് താഴത്തെ അവൻ എവിടെ വന്നിട്ട് എടുത്തതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഒരു ഭാഗം മാത്രമേ നമ്മളെ ഈ ഒരു ഭാഗത്തെ മാത്രമേ കാണാവുള്ളൂ, ബാക്കിയുള്ള സൈഡിൽ കാണില്ല. ഇത് നമ്മളെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ. എന്തായാലും കുഴപ്പമില്ല. നമ്മൾക്ക് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ മൊത്തത്തിലേ കാണാം. 3 സ്ഥലത്ത് പൊട്ടുന്നുണ്ട് കേട്ടോ. ആ 3 ഭാഗത്തും കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. സുഹൃത്തുക്കൾ, അങ്ങനെ നമ്മളെ ഈ സൈഡിലത്തെ പൊട്ടൽ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങ് ഫെസ്റ്റിവൽ സിറ്റി ആ ഒരു ഭാഗത്ത് പൊട്ടുന്നതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇവിടുത്തെ കെട്ടൽ കഴിഞ്ഞപ്പോൾ തന്നെ ഇനി ആൾക്കാർ പോയി തുടങ്ങി. ആൾക്കാർ പോകുന്ന കാഴ്ച ഞാൻ എന്തായാലും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പോണ സമയത്ത് ആൾക്കാർ ഉള്ള വെള്ളത്തിൻ്റെ ഇറെല്ലാം വാങ്ങിയിട്ടാണ് പോവുക. പിന്നെ ഇതാ ബുർജ് ഖലീഫ ഇതാ അങ്ങനെ അങ്ങ് ദൂരാണ്. ഇന്ന് ഒരു ചെറിയൊരു ഫോഗ് ഉള്ളത് കൊണ്ട് നമുക്ക് ഫുള്ള് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, അവിടെ അങ്ങനെ പൊട്ടി വിരിയുന്നുണ്ട്. അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി. അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല, ഇതാ ഈ ഭാഗത്ത് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. നമ്മളവിടുത്തെല്ലാം കഴിഞ്ഞ് കുറേ നേരമായി കഴിഞ്ഞിട്ട്. ഫെസ്റ്റിവൽ സിറ്റി ആണെന്നാണ് ഡൗട്ട്. ഇതുവരെക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങ് വേറെ സ്ഥലത്ത് പൊട്ടുന്നുണ്ട്. ദൂരെ കണ്ടില്ല 2 സ്ഥലത്ത്. അവിടെ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മളെ മറ്റേ ദുബായ് ഹാർബർ ആ ഭാഗത്തതും ഫെസ്റ്റിവൽ സിറ്റി അതൊക്കെ കൂടിയിട്ടാവും ചിലപ്പോൾ കാണുന്നുണ്ടാവുക. അപ്പോൾ അതെല്ലാം കണ്ട് ആസ്വദിച്ചിട്ടുള്ളൊരു വീഡിയോസ് തന്നെയാണ്. ഇപ്രാവശ്യം ഞാൻ താഴത്തല്ല വീഡിയോസ് ഉണ്ടാക്കാം, മുകളിൽ നിന്നുള്ള കാഴ്ചകൾ തന്നെയാണ്. നല്ലൊരു വീഡിയോസ് തന്നെ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സുഹൃത്തുക്കളെ, അതൊക്കെ കഴിഞ്ഞ് ഇത് ആൾക്കാർ റോട്ടിൻ്റെ നടുക്കൊക്കെ കൂടി ഇറങ്ങി കൂക്കിളിച്ച് പോകുന്ന കാഴ്ചയായിട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ പോലീസൊന്നും പറയില്ല. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായാലും അവർ സൗണ്ട് അടിച്ചിട്ട് വരും. ഞാൻ മുകളിൽ നിന്ന് എടുത്ത വീഡിയോസാണ്. ഇനി നേരെ താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവിടെ നിന്ന് ഞാൻ വീഡിയോസ് എടുത്തിട്ട് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. കൊല്ലത്തിലെ ഈ ഒരു പ്രാവശ്യത്തിലുള്ള ആഘോഷം തന്നെ അതിപ്പോൾ എല്ലാവരും ആഘോഷിക്കാൻ പോലീസൊന്നും പറയൊന്നുമില്ല. ആകെ ഒരു വണ്ടി കണ്ടില്ലേ, കണ്ട ജനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആകെ ഒരു പോലീസ് വണ്ടി ഉള്ളോടെ. അത് മതി അതിൻ്റെ കൂടുതലാണ്. ആൾക്കാരെല്ലാം സൈലൻ്റായിട്ട് പോയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഇതാ ആൾക്കാരെല്ലാം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ എത്ര നമുക്ക് പറയാൻ പറ്റില്ല, അത്രമാത്രം ആൾക്കാരുണ്ട്. അവരെല്ലാം അതെല്ലാം കഴിഞ്ഞ് പോവുകയാണ്. അല്ലേ
അങ്ങനെ ഇതാ നമ്മളെ ബിൽഡിങ്ങിൻ്റെ ഞാൻ ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നിന്നുള്ള കാഴ്ച ഈ ഫ്ലാറ്റിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഉണ്ട്. അത് എറിയണണ്ടില്ലേ, വെള്ളം എറിയണതാണ് കാണുന്നത്. ചില ചേറ്റതാണ് ചെയ്യണത്. പാവങ്ങൾ കുറേ ഫാമിലി കുട്ടികളായിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അവരെ മേത്തൊക്കെ കായുന്നുണ്ട് തോന്നുന്നു. അത് ഇനിയിപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ അല്ല അതേപോലെ ചെയ്യുന്നുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ ഉണ്ട്. പിന്നെ വേറെ നൈഫ് ആ ഏരിയയിലൊക്കെ ചെയ്യാം. അങ്ങനെ കുറേ ചെയ്യേണ്ട കുറേ ടീമുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ന്യൂ ഇയർ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഈ ലൈറ്റ് പ്രോഗ്രാം, ലൈറ്റിങ്ങും വെടിക്കെട്ടെല്ലാം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് പോകണം എല്ലാവരും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി ഹാപ്പി ന്യൂ ഇയർ, പുതുവത്സര ആശംസകൾ. അപ്പോൾ നമ്മളെ വെടിക്കെട്ടെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങി വന്നതാണ്. കുറച്ച് ആൾക്കാർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്ത് താഴത്തതും അതേപോലെ തന്നെ മുകളിലത്തതും കൂട്ടിയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസാണ്. പിന്നെ ഒരുപാട് ക്രൗഡ് ഇപ്പോൾ താഴത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് ഷൂട്ട് ചെയ്യണം, അതൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ മാറ്റി വീണ്ടും വന്നിരിക്കും. ഓക്കെ, ബൈ ബൈ.